ഊണ് കഴിച്ചിട്ടല്ലേ ഫോണുള്ളൂ ചോദിക്കാൻ പറഞ്ഞു. നോ താങ്ക്സ്, ഞാൻ ഉടനെ ഇറങ്ങും. അത് പറ്റില്ല. എന്നാ ഞാൻ കുറച്ച് ചക്കപ്പുഴുങ്ങാം. നല്ല വരിക്കച്ചക്കയുണ്ട്. ഇഷ്ടാവോ? പാലക്കാട്ടുകാരനല്ലേ, ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടാവുമല്ലോ അല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, എന്നാലും ബുദ്ധിമുട്ടണ്ട. ഊണ് തന്നെ ആയിക്കോട്ടെ. ആ എന്നാ പിന്നെ ഞാൻ ഊണ് കാലാക്കാം. മണിക്കുട്ടിയെ വാ. ഇതാ കിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ടുള്ള നിപ്പ. ചെറുപ്പത്തിൽ സാധാരണ കുട്ടികൾ കാട്ടുന്ന വികൃതിയൊക്കെ അവനും കാട്ടിയിട്ടുള്ളൂ. പക്ഷെ കൂടെയുള്ള ഞാൻ പരമസാധുവാണല്ലോ. അവന്റെ ചെറിയ വികൃതികളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വലിയ അപരാധങ്ങളായി. അച്ഛന് സ്വതവേ മൂക്കത്താ ശുണ്ടി. കിച്ചുവിന് തല്ല് കിട്ടാത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ അടിയെന്ന് വെച്ചാൽ ഇത്തിരി കടുപ്പാണ്. ചെറുപ്പം മുതലേ അച്ഛനാ അവന്റെ പ്രധാന ശത്രു. അനന്തകൃഷ്ണൻ അല്ല, കിച്ചുവിനായിരുന്നു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. അനന്തവേട്ടൻ ഇപ്പൊ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. കിച്ചുവേട്ടനെ പറ്റിയല്ലേ? ആ കമ്മീഷണർ വന്നത് കിച്ചുവേട്ടനെ പറ്റി അറിയാനല്ലേ? സത്യം പറ, അനന്തവേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ വിഷമിക്കണേ? ആളോൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവേണ്ട ഒരു കുറ്റ. അവനെ ഒന്ന് കാണണമെന്ന് തോന്നുക വല്ലാണ്ട്. മണിക്കുട്ടിയെ, കൂടണയാറായില്ലേ നിനക്ക്? വരുന്നു. അപർണയുടെ കാര്യം പറഞ്ഞ് ഇതിങ്ങനെ വെച്ച് നീട്ടണത് ബുദ്ധിയല്ലെന്നാ എനിക്ക് തോന്നണ കുറുപ്പേട്ടാ. ഇത് നിങ്ങളുടെ നായരുടെ ചെവിയിലോട്ട് അങ്ങോട്ട് ഓതുക. ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ ബ്ലോക്ക് ഓഫീസിലേക്ക്. ആ, എല്ലാ കാര്യത്തിലും അയാൾ തന്നെ ഒരു ബ്ലോക്ക് ഓഫീസർ ആണല്ലോ. പിന്നിപ്പോ എന്താണാവോ? അനന്തവേട്ടാ, എന്നിട്ട് പോണുണ്ടോ? പോണം. മംഗലാപുരത്ത് തന്നെ എപ്പോഴും? ഹിന്ദി അറിയാം കുറച്ചൊക്കെ. ഉസ്താദിന്റെ തന്നെ കവിതയാണ്, തിരസ്കൃതവും വ്രണതവുമായ ബാല്യത്തെ കുറിച്ച്. ഇയാൾക്ക് ഇതല്ലാതെ വേറെ പാട്ടൊന്നും അറിയില്ലേ? ഒരു 10-20 തവണയായി ഞാൻ തന്നെ കേൾക്കുന്നു. എന്നിട്ട് എനിക്ക് ബോറടിച്ചോ? ബോറടിച്ചൊന്നുമില്ല. അതാണ് ഈ ശുദ്ധ സംഗീതത്തിന്റെ പ്രത്യേകത. ജഗൻ, ഉസ്താദ് അവരെ കൽസു. നമുക്ക് അങ്ങോട്ടിരിക്കാം. അല്ല ഗോവിന്ദി, എന്നാ നമുക്കിതൊരു കാസറ്റിലാക്കിയാ പോരെ? 4 നേരം കേൾക്കാവാം. ഇയാൾക്ക് ഇങ്ങനെ കൂടെ കൂടെ പൈസയും കൊടുക്കണ്ട. എന്റെ വാക്കിയില്ല. യെസ്, അഡ്വക്കേറ്റ് പോറ്റി. ആളൊരു നിർഗുണനും നിഷ്കുണനുമാണെന്ന് ഇനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഗോവിന്ദ്ജി പണ്ടേ ഹ്യൂമറാ. പിന്നെ എന്താ ഗോവിന്ദ്ജി കണ്ണെന്ന് പറഞ്ഞത് വിശേഷിച്ചു വല്ലതും? പലരും പറഞ്ഞു, ഒരുപാട് കേട്ടു. ഒന്ന് കാണാൻ പരിചയപ്പെടാന്നൊക്കെ തോന്നി. വക്കീലിനാളിനെ മനസ്സിലായോ? പുതിയ കമ്മീഷണർ അല്ലേ? മിടുക്കനാ. ഓ, ആ മംഗലാപുരത്തേക്ക് ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ ആണെന്ന് കേട്ടു. നമ്മുടെ മരിച്ചുപോയ ചന്ദ്രശേഖരനല്ലേ DGP, അദ്ദേഹത്തിന്റെ മകനാണ് ജീവൻ, ഏക മകൻ. ജീവൻ അതൊരു വലിയ രഹസ്യമാക്കി കൊണ്ടുനടക്കായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, സോറി. രഹസ്യങ്ങൾ ഒരു വലിയ ഭാരമാണോ? കഴിയുന്നത്ര ഇറക്കി വെക്കുന്നതാണ് നല്ലത്. മനസമാധാനമല്ലേ ആദ്യം വേണ്ടത്. എന്താ വക്കീലെ? വാസ്തവം. ഗോവിന്ദ്ജി ഒന്നും രഹസ്യമാക്കി വെക്കാറില്ല. എല്ലാവർക്കും അറിയാം. ഡിസ്റ്റിലറീസ്, ബാറുകൾ, പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ്, മേമ്പടിക്ക് സ്വല്പം സ്മഗ്ലിംഗ്. അവനവന്റെ കർമ്മം ചെയ്യുമ്പോൾ ഒന്നിനെയും ഭയപ്പെടരുത് ജീവൻ. ഫിയർലെസ്നെസ് ഈസ് ദ കീ ടു വിക്ടറി. ഇനി അഥവാ വല്ല മിടുക്കന്മാരും ഇതൊക്കെ ചകഞ്ഞുപൊക്കി കേസും തെളിവും വിധിയും ഒക്കെ ആകുമ്പോ കാലം ഒത്തിരി ആവില്ലേ? അപ്പോഴേക്കും ഗോവിന്ദ്ജിയുടെ കാലം കഴിഞ്ഞിരിക്കും. ചത്തിട്ട് പിന്നെന്തിനാ? പറഞ്ഞു വന്നത് തന്റെ ഒരു രഹസ്യം ഞാൻ അറിഞ്ഞത് കൊണ്ട് തനിക്കിപ്പോ വലിയ അപകടമൊന്നും വരാൻ പോകുന്നില്ലെന്നാ. എന്താടോ താൻ ചിരിച്ചു കളഞ്ഞത്? ദാറ്റ്സ് എ വെരി റിയാലിറ്റി. ഇതെന്റെ കിഷൻ. ഓ, നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടാണല്ലോ അല്ലേ? ഹലോ. മുഷ്താഖ് എത്തിയിട്ടുണ്ട്. ആ, അതാ വരുന്നത്. മുഷ്താഖ് ഡൽഹിയിൽ നിന്ന് വരുന്നതാണേ. Okay. So, this is Govinji. Now, this is also Govinji.
എന്താ വക്കീലേ? എക്സാക്ട്ലി. നന്നായി. നാട്ടിലെ പ്രമാണിമാരെയൊക്കെ സൂചിപ്പിക്കാന്നുള്ളത് നമ്മൾ പോലീസുകാരുടെ ഒരു ചടങ്ങ് കൂടിയാണല്ലോ. ഗോവിന്ദ്ജി മിനിസ്ട്രിയിലൊക്കെ പിടിപാടുള്ള ആളാ. നല്ല അസൽ മനുഷ്യനാ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഉടക്കിയാ തല്ലിക്കൊല്ലും. രണ്ടായാലും മരണം ഉറപ്പാ. പിന്നെ നമ്മക്കെന്തിനാ വെറുതെ ആളുകളെ പിണക്കിയിട്ട്? ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾക്കൊന്നും പോകുന്നില്ല എങ്കിൽ ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള ഡിപ്പാർട്ട്മെന്റ് ആടൂ. നായ വളർത്താനും കഥ എഴുതാനും ഒക്കെ ധാരാളം ഒഴിവ് സമയവും കിട്ടും. താൻ കഥ എഴുതുമെന്ന് സുധാകരൻ നായര എന്നോട് പറഞ്ഞത്. മലയാളി ക്ലിപ്പിൽ താൻ ഒരു കഥ വായിക്കണം. ആ കഥയ്ക്കൊക്കെ എങ്ങനെയാ, നല്ല ഡിമാൻഡ് ഉണ്ടോ? പഴയതുപോലെ അത്രയ്ക്കൊരു മെച്ചമൊന്നുമില്ല. അതെന്താന്നാ, ബിസിനസ് ഒക്കെ ഡള്ള. നീനു കൂട്ടമാടി പിന്നെ ജീവ നല്ല അസ്വല് പട്ടികളാ. എന്താടാ പിള്ളേരെ, മല്ലിക പെറ്റിട്ട് മാസങ്ങളായി. 6 കുഞ്ഞുങ്ങളാ. ഒന്നിനെ വിൽക്കാനായിട്ടില്ല. നല്ല വില കിട്ടണ്ടേ? ആഹാരങ്ങളൊക്കെ കഴിച്ചോ? ഇപ്പോ ഡോബർമാനായാലും പോമറേനിയനായാലും കണക്കാ. ആ സാർ, ഇന്നലെ ഗോവയിൽ നിന്ന് പുറപ്പെട്ടുള്ള ഒരു കാർഗോ വാന് ഗോവിന്ദ്ജിക്കുള്ള കള്ളക്കടത്ത് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ബോർഡറിൽ എവിടെയോ വാനിന്ന് പകൽ മുഴുവൻ കിടന്നിട്ട് രാത്രി ബീച്ച് റോഡ് വഴി അയാളുടെ ഇവിടെയുള്ള ഗോഡൌണിൽ എത്തിക്കാനാ പരിപാടി. ഞാൻ അവന്മാരെ പൊക്കാൻ പോവാ. അതിന് സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. മറ്റാരോട് ഞാനിത് പറഞ്ഞിട്ടില്ല. പറയരുത്. പിന്നെ അപകടമല്ലേ? ആരാ തന്നോട് ഇത് പറഞ്ഞത്? ഇൻഫോർമറെ കാട്ടിക്കൊടുക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിന് ചേർന്നല്ലോ സാർ. പിന്നെ അത് വാസ്തവമാ. തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണോ എന്നാ എന്റെ സംശയം. ഒന്ന് മുട്ടി നോക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെന്താ? ആ ഇതെന്റെ മകൾ സുമതി. മിടുക്കിയ. BA-ക്ക് 2 തവണ തോറ്റു. പിന്നെ പഠിത്തം നിർത്തി. ഇപ്പൊ ഡോഗ് ഷോയാ പണി. ഇത് ജീവൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ മലയാളി ക്ലബിൽ കഥ വായിക്കുന്ന കാര്യം? ഇതാ പുള്ളി. അവിവാഹിതനാ. വേണമെങ്കിൽ ശരിക്കൊന്ന് പരിചയപ്പെട്ടു. പഠിക്കാനോ പുള്ളിയല്ല. പോയി ചോറെടുത്ത് വെക്കി. എന്താ തന്നെ തീരുമാനം? എന്ത്? പിടുത്തത്തിന്റെ കാര്യേ താനത് ഉറപ്പിച്ചോ? അധികം അമർത്തി മൂളട്ടാ. കളി ഗോവിന്ദ്ജിയോടാ. ഗോവിന്ദ്ജി ഒന്നും പറഞ്ഞില്ല. ആ 60 ലക്ഷത്തിന്റെ ചരക്ക. പുറപ്പെടണ്ടെന്ന് അറിയിക്കാന്നേ ഉള്ളൂ. സമയമുണ്ട്. വേണ്ട, ഇത് അവൻ പിടിക്കട്ടെ. അവന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ. 60 ലക്ഷത്തേക്കാൾ നമുക്ക് പ്രധാനം ആ ഇൻഫോർമർ ആരാണെന്ന് അറിയണം. താൻ വിഷമിക്കാതെ. അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്നതിനാണ് വിജയി. വിജയത്തിന്റെ ലഹരിക്ക് 60 ലക്ഷത്തേക്കാൾ വിലയുണ്ട്. അവൻ കളിക്കട്ടെ, നോക്കാം. ಶಾಂತಿ ವಿನ್ ಆಗಿದೆ. ನಮ್ಗೆ ಹೋಯ್ತು. ಏಮಾರಿಸ್ಬಿಟ್ಟ. ಜೋಕಿ ಚಂದ್ರಕುಮಾರ್ ದುಡ್ಡು ತಗೊಂಡಿದ್ದಾನೆ. ಅವನು ಅವ್ರಿಗಾಗಿ ಇದನ್ನ ಮಾಡ್ದ. എന്താ കൃഷ്ണൻ, എന്താ ഇങ്ങനെ ചതിപറ്റുന്നേ? അനുവദിക്കാറോ? ലൂസിംഗ് എ ക്രോർ ഈസ് ഫൈൻ. ഇറ്റ്സ് എ ഗെയിം. യെസ്, കളിച്ചു തോൽക്കാം, പക്ഷെ ചതിക്കപ്പെടരുത്. ആ ജോക്കിനി ആരെയും ചതിക്കരുത്. എന്താണ് അവരുടെ പേര്? ಚಂದ್ರಕುಮಾರ್. ചന്ദ്രകുമാർ. ಕಿಶನ್ ಜಿ, ಕ್ಷಮಿಸ್ಬಿಡಿ. ತಪ್ಪಾಯ್ತು. എവിടെ ആയിരുന്നോ? 2 മണിക്ക് മുമ്പ് എത്താമെന്നുണ്ട്. ഇപ്പൊ സമയം എത്രയായി? അത് ഗോവയിൽ നിന്ന് വിട്ട് ബോർഡർ കടന്നപ്പം ഒരു മിസ്സിങ്. കുറച്ച് സമയമെടുത്തെങ്കിലും രോഗം ഞാൻ കണ്ടുപിടിച്ച്. കാർബറേറ്ററിൽ ഒരു കരട്. ആ മതി മതി.
പണ്ട് ഗോവയിലെ തെരുവുകളിൽ ചീറിപ്പാഞ്ഞ പുലിയാണിവൻ. നിനക്ക് വരാൻ കൊണ്ടുവന്ന നിനക്കതിനുള്ള യോഗ്യത എത്തിയെന്ന് തോന്നിയിട്ട് ഒരു ഇനീഷ്യൽ പോലും സ്വന്തമായിട്ട് അവകാശപ്പെടാനില്ലായിരുന്ന വെറും ഹരിഗോവിന്ദനെ ഈ ഗോവിന്ദിയാക്കിയതിൽ ഇവനും ഒരു വലിയ പങ്കുണ്ട്. ഹരിഗോവിന്ദന്റെ സാരഥിയായ പുഷ്പാംഗതൻ ഇനി മുതൽ നിന്റെ തേരോട്ടങ്ങൾക്ക് സാരഥിയായിരിക്കും. ഗോവിന്ദി, എനിക്ക് സ്വയം ഡ്രൈവ് ചെയ്യുന്ന നീ അങ്ങോട്ട് പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യാനൊക്കെ പഠിക്കണം. ആ ഈടെത്തി. മെല്ലെ. വിടറോ. എങ്ങോട്ടാ? കിഷൻജിയുടെ വീടല്ലേ? അതിന് ഇവിടം വരെ മതി തന്റെ ഡ്രൈവിംഗ്. ഇതിനപ്പുറത്തോട്ട് ഞാൻ സ്വയം ഡ്രൈവ് ചെയ്ത് പൊയ്ക്കണം കേട്ടോ. ഓ ഓ മമ്മി, അഖില, വീടിന്റെ താക്കോലിതാ. മമ്മി, അഖില.